മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയേണ്ടത് താങ്കൾ കേരളത്തിൻ്റെ പൊന്നുതമ്പുരാനോ നാടുവാഴിയോ ഒന്നുമല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഇത് അനാവശ്യ ചോദ്യമല്ല. കോമള തടയരുത്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എന്തായാലും തനിക്കൊരു ചോദ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ മുഖ്യമന്ത്രി ആ നിമിഷത്തിൽ തന്നെ ഒരു തരത്തിലുള്ള പ്രിപ്പറേഷനും ഇല്ലാതെ, ഒരു തരത്തിലുള്ള PR ഇൻപുട്ടുകളും ഇല്ലാതെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ താൻ എങ്ങനെ പ്രതികരിക്കുമോ അതേ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ആ ചോദ്യങ്ങളൊക്കെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. എന്നാലോചിച്ച് നോക്കുക, എത്ര നിരുത്തരവാദപരമായിട്ടുള്ള ഈ ചോദ്യകർത്താവിൻ്റെ അനൗചിത്യത്തിനേക്കാൾ വലിയ അനൗചിത്യം കാണിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാലോചിച്ച് നോക്കുക. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. ജനാധിപത്യത്തിൽ ജനപ്രതിനിധികൾ ജനങ്ങളുടെ സേവകരാണ്, അവർ സെർവൻസ് ആണ്. அவங்க போடுற பிச்சை தான் இந்த பிஸ்னஸ்மேன், பொலிட்டிக்கல் லீடர்ஸ், கம்பெனி CEO എക്സെട്രാ എക്സെട്രാ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ രാജാവാണ് ഞാൻ, രാജഭരണകാലമാണ് എൻ്റേത് എന്ന മട്ടിൽ പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥലത്ത് അനഭിലഷണീയമാണ് എന്നുള്ള കാര്യം ഇവരെല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും. പാർട്ടിയിലെ കള്ളനാണയങ്ങളെ പുറത്തു കളഞ്ഞാലേ പാർട്ടി ശുദ്ധീകരിക്കപ്പെടൂ. ഒരു പ്രജയ്ക്ക് ഒരു രാജാവിനോട് ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരുന്ന രാജാക്കന്മാരുണ്ട്, അതില്ലാത്ത രാജാക്കന്മാരുണ്ട്. എന്തായാലും അതൊക്കെ തന്നെ രാജഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാകും. അനൗചിത്യമാണ് ആ ചോദ്യകർത്താവ് കാണിച്ചത് എങ്കിൽ മുഖ്യമന്ത്രിക്ക് പലതരത്തിലുള്ള ഉപാധികൾ പറഞ്ഞുകൊണ്ട് ആ ചോദ്യത്തിനെ വൈകിപ്പിക്കാമായിരുന്നു. എനിക്ക് വായി തോന്നുക അദ്ദേഹത്തിനോട് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ സംസാരിച്ചതിന് ശേഷമാകാം എന്ന രീതിയിലത്തേക്ക് എന്തെങ്കിലും അദ്ദേഹം അത് വളരെ സരസമായിട്ട് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ അക്സെപ്റ്റൻസ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണത്തിന് ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇവിടെ ഒരു നിമിഷാർത്ഥം പോലും വേണ്ടി വന്നില്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ധാർഷ്ട്യത്തിനെ പുറത്തെടുക്കുന്നത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളിക്കാറ് വരും. അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും തരത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ചോദ്യം നിങ്ങൾ പിന്നീട് ചോദിക്കൂ എന്ന രീതിയിലോ അല്പം കാർക്കശ്യത്തോടു കൂടി അയാളെ ഒന്ന് ഉപദേശിക്കുന്ന രീതിയിലോ ഒന്നുമല്ല അവിടെ പ്രതികരിച്ചത്. മറിച്ച് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. ജനാധിപത്യത്തിൽ ഒരു മുഖ്യമന്ത്രി വിചാരിക്കുന്നത് ജനങ്ങൾക്ക്, വോട്ടർമാർക്ക്, ടാക്സ് പേയർമാർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് വീട്ടിൽ ചോദിക്കുക എന്നുള്ളതാണോ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത്. അത് പിന്നെ എനിക്ക് ഉറപ്പാണ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം മുഖ്യമന്ത്രിയുടെ ഒരു ഇൻ്റർവ്യൂ ഇനി എടുക്കുന്നുണ്ട് എങ്കിൽ ഈ ചോദ്യം അവിടെ ചോദിക്കാനായിട്ട് അവരാരും തന്നെ ധൈര്യപ്പെടില്ല. അഥവാ ചോദിച്ചാൽ പോലും വളരെ സൗമ്യമായിട്ട് അതിനെ വളരെ മെലോ ഡൗൺ ചെയ്ത്, വളരെ ടോൺ ഡൗൺ ചെയ്ത് മാത്രമായിരിക്കും അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുക. സ്വാഭാവികം. എന്തിനാണ് സഖാവെ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്, എന്തിനാണ് CMA അങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്ന രീതിയിലത്തേക്ക് മാത്രം സോഫ്റ്റായിട്ട് സോപ്പിട്ട് മാത്രമേ ആൾക്കാരിവിടെ ചോദ്യം ചോദിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. പുലിയുടെ ശരീരം, കടുവയുടെ വേഗത, സിംഹത്തിന്റെ ഗാംഭീര്യം, ഈ ഒരു ശരീരത്തിൽ ഒരു വനം തന്നെ ഉണ്ടല്ലോ പ്രഭു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരിച്ചറിയേണ്ടത് താങ്കൾ കേരളത്തിൻ്റെ പൊന്നുതമ്പുരാനോ നാടുവാഴിയോ ഒന്നുമല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നാണ്. അധികകാലം മുഖ്യമന്ത്രി കസേരയിൽ സുഖമായിട്ടിരിക്കാമെന്ന് കരുതണ്ട. അതിൽ ഭൂരിപക്ഷം താങ്കളുടെ പാർട്ടിക്ക് കിട്ടിയതുകൊണ്ട്, താങ്കളുടെ പാർലമെന്ററി പാർട്ടി താങ്കളെ മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചുമതല ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചതുകൊണ്ട് താങ്കൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് താങ്കളോട് എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനോ ഇവിടെ വോട്ടർമാർക്ക്, ടാക്സ് പേയർമാർക്ക് ഉള്ള അവകാശം ഇല്ലാതെയാകുന്നില്ല. അതിനെ റദ്ദ് ചെയ്യാനായിട്ട് താങ്കൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.